ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നില്ലേ ഞാനൊരു റെസിപ്പി ആയിട്ട് വന്നിന്. എന്തറിയോ, 5 കിലോ ബീഫ് പള്ളിക്കറിയില്ലേ, അതെങ്ങനെ ഉണ്ടാക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. അതിന് മുമ്പ് നമ്മൾ രാത്രി ഒരു മംഗലത്തിനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കണ്ണൂർ മംഗലത്തിനെല്ലാം പോയിട്ട് ഉമ്മാൻ്റെ ഫാമിലി അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെല്ലാം പോയിട്ട് നമ്മളെല്ലാവരും പോയിട്ടുണ്ടായി. ഉമ്മ, എൻ്റെ ഓള്, ഭാവി, ഞാൻ മക്കളെല്ലാവരും പോയിട്ടാകുമ്പോൾ നമ്മൾ തന്നാസ് കിച്ചണല്ലേ യൂട്യൂബറെല്ലാം കുറേ ആളുണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നല്ലോ, മാഷാ അല്ലാ. അങ്ങനെയെല്ലാം മുണ്ടിയിട്ട് വന്നിട്ട് പിന്നെ ഞാൻ രാവിലെ ഇത് എത്ര മണി അറിയാം, ഏകദേശം ഒരു 6:30 മണിയായിന്. ഇത് ഉസ്താക്ക് ചോറുണ്ടായിന്. അപ്പോൾ ഞാൻ എന്താക്കി വേറെ ഓർഡർ ഉള്ളതുകൊണ്ട് ഇന്നില്ലേ ഞാൻ രാവിലെ തന്നെ മദ്രസ പോകുമ്പോൾ തന്നെ ഉസ്താക്ക് കൊടുത്തതാണ് നെയ്പ്പത്തലും പിന്നെ ബീഫ് കറിയും ചായയും ആക്കിയിട്ട് കൊടുത്ത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ അങ്ങനത്തെ പണി ഉണ്ടായിന്. അപ്പോൾ ആ പണി എടുക്കുമ്പോൾ ഇത് പിന്നെ ലേറ്റ് ആയിരുന്നില്ലേ, ഞാൻ അവൾ മദ്രസ പോകുമ്പോൾ തന്നെ ഉള്ളിൽ കൊടുത്ത് വിട്ട് ഏകദേശം ഒരു 7 മണി അതിനുള്ളിൽ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ പുസ്തകം അത്ഭുതമായിന്, ഇത്ര ചെയ്യാ അല്ലെങ്കിൽ ഞാൻ ലേറ്റായിട്ടുള്ള അത് വേഗം കൊടുക്കലില്ല ഞാൻ. അങ്ങനെ വേറെ ഓർഡർ ഉള്ളതുകൊണ്ട് അത് ഇതാകുമ്പോൾക്ക് ബുദ്ധിമുട്ടായിരുന്നല്ലോ, ഞാൻ ഇതിനെ ഫസ്റ്റ് കൊടുത്തതാണ്. അങ്ങനെ ഉള്ളതിനെ കൊണ്ടുപോയിട്ട് ഉള്ളടത്തോളം ഇങ്ങനെ നോക്കിയില്ല, ഒരു സമാധാനം എന്നില്ല ഞാൻ. അങ്ങനെ അത് ഇടാൻ മദ്രസ നമ്മളെ മുറ്റത്തുനിന്ന് ഒരു ഇത്തിരിയേ ഉള്ളത്, ഈ ഗേറ്റിൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ അവൾ പോയതിന് ശേഷം ഇല്ലേ പിന്നെ ഞാനുള്ളതൊക്കെ വന്നിട്ട് നമുക്ക് ബീഫ് കറീൻ്റെ റെസിപ്പി തന്നെ കാണിക്കാം. കുറേ അങ്ങനെ ഇങ്ങനെ ബിസിം പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഗൾഫിലേക്കുള്ളതാണ് ഈ ബീഫ് കറി. അപ്പോൾ ഞാൻ എന്തൊക്കെ അറിയോ, ഓള് മദ്രസ പോയതിന് ശേഷം ഞാനും ചായ കുടിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ബിസ്ക്കറ്റോ റസ്കോ അങ്ങനെ ഒന്നുമില്ല. ഇന്ന് നെയ്പ്പത്തിലും ബീഫ് കറി തന്നെ കൂട്ടിയിട്ട് തിന്നതിന് ഞാൻ ചിലപ്പോൾ തിന്നാൻ ടൈം ഉണ്ടാവലായിട്ട് കേക്കിൻ്റെ എല്ലാം പണിയുണ്ട് നമുക്ക്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫ് കറീൻ്റെ റെസിപ്പി കാണിക്കണ്ടേ. അതിന് മുമ്പ് നമ്മൾ കിച്ചണിൻ്റെ അവസ്ഥ നോക്കാം. ഞാൻ ഇന്നലെ ഓർഡർ ഉണ്ടായി ഞങ്ങൾക്ക്. അപ്പോൾ ഇന്നലെ ഓർഡർ ഉണ്ടാകുമ്പോൾ പാത്രമെല്ലാം കയറ്റി വെച്ചിട്ടുണ്ടായി. ഇനൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് കണ്ടത് ഇങ്ങനെയാണ് അവസ്ഥ. ഓർഡറെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ അങ്ങനെ ഞാനുണ്ട്, ഭാബിയുണ്ട്, ഉമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതാ ബീഫ് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് തുറക്കണമെങ്കിൽ ഇവിടെ കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിട്ടാണോ ഇന്നലത്തെ ക്ലീൻ ആക്കിയിട്ട് അതിന് ശേഷം ഇന്ന് നമുക്ക് വെയിലോട്ട് കച്ചറാക്കാം. അപ്പോൾ അതാ ഞാൻ പറയില്ല എൻ്റെ ഗ്യാസിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, അധികം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓർഡർ കൊടുത്തിട്ട് അതിന് ശേഷം ഇങ്ങനത്തെ അവസ്ഥ. പിന്നെ ഇതൊന്ന് നല്ല ലിക്വിഡെല്ലാം ഇട്ടിട്ട് ചേരിയിലെല്ലാം തുടച്ചിട്ട് അതിന് ശേഷമാണ് പിന്നെ ഒന്നും ശരിയായിട്ട് വരുന്നത്. പിന്നെ പ്രശ്നമില്ല, നമുക്കിത് കണ്ടിട്ട് ഹാബിറ്റായി അറിഞ്ഞാൽ അധികം ഇങ്ങനെയല്ലേ. അപ്പോൾ തുടച്ചിട്ടാകുമ്പോൾ നല്ല മിന്നുന്നു. പിന്നെ ഇരിക്കുന്നത് ഇനി ഗ്യാസിൽ വെക്കുന്നേ വേണ്ട, അത്രയ്ക്ക് വൃത്തിയാണ്. തുടച്ചിട്ട് ക്ലീൻ ആയിട്ടാകുമ്പോൾ ബൈലോട്ട് ഓർഡർ ചെയ്യുമ്പോൾ ബൈലോട്ട് കച്ചറാകുന്നത് ഇങ്ങനെ ഉണ്ട് നടന്നുകൊണ്ടോ ഞാൻ. അങ്ങനെ ഫുള്ള് ഞാൻ കമ്പിയിൽ തന്നെ തുടച്ചെടുത്തിന്. എന്നിട്ട് തുടച്ചിട്ടെല്ലാം തുണിയിലെല്ലാം വൃത്തിയാക്കിയിട്ടാകുമ്പോൾ അവിടെ സമാധാനമായി. ഇപ്പം നോക്കിയാൽ ഗ്യാസെല്ലാം കാണുമ്പോൾ നല്ല വാങ്ങില്ലേ. ഇപ്പോൾ ഇരിക്കുന്നത് എന്ത് എടുക്കണ്ടെന്ന്, പക്ഷേ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ നിലത്തെല്ലാം ഇവിടെ ഞാനില്ലേ ഓർഡർ കഴിഞ്ഞാൽ പാടെ വെള്ളം കൂട്ടിയിട്ട് അടിക്കലാന്ന് ഫുള്ള് കയറ്റ് ബ്രഷിൽ ഉണക്കിയിട്ടെല്ലാം അതിന് ശേഷം നമുക്ക് ബീഫ് കറീൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ബാബിത ഉള്ളി കട്ടാക്കുന്നില്ല, തൊലിയെല്ലാം എടുത്തിട്ട് തന്നിട്ട് കട്ടാക്കാൻ നമ്മളെ ചോപ്പർ ഉണ്ടല്ലോ ഇപ്പോൾ, അതുകൊണ്ട് അതൊരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ബീഫെല്ലാം എടുക്കുന്നുണ്ട്. 5 കിലോ ബീഫ് ഉണ്ടായിരുന്നു. അവർ 5 കിലോ വേണം അവരുടെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ പുതിയൊരു കസ്റ്റമർ, മുമ്പ് വേങ്ങാത്ത പുതിയ കസ്റ്റമറാണ്. അങ്ങനെ അവർ വിളിച്ചിട്ട് വേണമെന്നല്ല പറഞ്ഞിട്ട് കുമ്പള ടൗണിൽ കൊടുക്കാൻ പറഞ്ഞിന്. അപ്പോൾ നമ്മൾ പുളിച്ചാനപ്പുഴയിൽ തന്നെയല്ലേ കൊടുക്കുന്നത്, ആടെ തന്നെ കൊടുക്കാമെന്നല്ല പറഞ്ഞിട്ട് ഡീലാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ പെരുംജീരകം തീർന്നിട്ടുണ്ടതിന്. അങ്ങനെ ഞാൻ പെരുംജീരകമെല്ലാം ഒന്ന് വറുത്തിട്ട് പൊടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറച്ച് കൂടുതൽ വെച്ചെങ്കിൽ എല്ലാത്തിനും നമുക്ക് ആവശ്യം വരുന്നത്. നമുക്ക് ബീഫിന്, ചിക്കന് എല്ലാത്തിനും ഞാനിടും മസാലക്കെല്ലാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ വറുത്തിട്ട് പൊടിച്ചെങ്കിൽ. അങ്ങനെ ഇതൊന്ന് റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ ഞാൻ അതൊന്നവിടെ സെറ്റാക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളിയെല്ലാമായി കട്ടാക്കിയിട്ട് കയറ്റെല്ലാം തന്നതിന് ശേഷം നമ്മളെ ചോപ്പറിൽ തന്നെ ഇട്ടിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ ഇത്ര കുറച്ച് കൂടുതൽ ഒരു 25-30 ഉള്ളി തന്നെ ഉണ്ടായിന്. ഇതിൽ 1 മിനിറ്റിൽ ഇങ്ങനെ ഇട്ടിട്ടാകുമ്പോൾ അത് സെറ്റായിട്ട് വന്നറിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അത് ഇങ്ങനെ ഗ്രേറ്റ് ആയിട്ട് നല്ല ചിലക്ക് വരും. ഇതിൻ്റെ ബ്ലേഡ് 2-3 വേറെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ബീഫ് കറിക്ക് അല്ലെങ്കിൽ എന്തൊരു നീളത്തിൻ്റെ പീസെല്ലാം നമുക്ക് വേണ്ടി അങ്ങനെ ഇടും. മറ്റേ നമ്മളെ മസാലക്കെല്ലാം ഇങ്ങനെ പൊടി ആയിട്ടായിരിക്കും, അതിനുള്ള ബ്ലേഡ് വേറെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സിറോട്ട നമ്മൾ ചപ്പാത്തിയെല്ലാം വയ്ക്കുന്നില്ലേ, ഈ ഡോസ് സെറ്റാക്കുന്നത് വേറൊരു ഉണ്ട്. അതെല്ലാം അങ്ങനെ വേറെ സെപ്പറേറ്റ് ഉള്ളതാണെന്ന് പറഞ്ഞാൽ. പക്ഷേ അത് ഭയങ്കര യൂസായി ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. ഞാൻ വിചാരിക്കും ഇത്ര കൊല്ലം ഞാൻ എന്ത് വേങ്ങാത്തതെന്ന്. ഇപ്പം ഞാൻ മേറ്റ് ഏകദേശം ഒരു കൊല്ലാവനായി. മുമ്പെല്ലാം ഇങ്ങനെ കട്ടാക്കിയിട്ട് ഒരു മാതിരി ആയിക്കൊണ്ടായിരുന്നു വേറെ ചോപ്പറുണ്ടായിരുന്നു കൈയോടാക്കുന്നത്. അത്
പക്ഷെ ഇത് ഭയങ്കര യൂസാന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസാന്ന് മാഷാല്ലാ. പുരക്കാർക്കൊന്നും അത്ര ആവശ്യമില്ല, കുറച്ചല്ലേ കേട്ടാക്കുന്നത്. ഈ ഓർഡറിൽ എടുക്കുന്നവർക്കെല്ലാം നല്ലത്. പിന്നെ ഒരു ഫംഗ്ഷനെല്ലാം പുരയിലുണ്ടെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് റെഡിയായി കിട്ടും. അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് അതിന് ശേഷം ഇനി നമുക്ക് റെസിപ്പി നോക്കാം. ഓക്കെ, അതിന് ഉള്ളി, ബീഫ്, പിന്നെന്താ കറിച്ചപ്പം നല്ലൊരു പൊടി നിറച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയില്ലേ 1 കിലോക്ക് 4 ഉള്ളി, അപ്പോൾ 5 കിലോക്ക് എത്ര വേണ്ടിയെന്നില്ല നിങ്ങൾ കണക്കൂട്ടാവേ. അങ്ങനെ പിന്നെ കറിച്ചപ്പം നല്ലൊരു പൊടി തന്നെ എടുത്തിന്. കറിച്ചപ്പെല്ലാം ഇട്ട് അത്ര ടേസ്റ്റ് അല്ലേ മല്ലിച്ചപ്പ് കറിച്ചപ്പെല്ലാം. തക്കാളി അങ്ങനെ 1 കിലോന് 1 തക്കാളി എടുത്തിന്. എന്തെങ്കിലും നമ്മൾ പള്ളിക്കറീൻ്റെ റെസിപ്പി അല്ലേ, അപ്പോൾ തക്കാളി കുറച്ചിട്ട് വെക്കണവേ. പിന്നെ പച്ചമുളക് അങ്ങനെ 5 പച്ചമുളക് 1 കിലോക്ക്. പിന്നെ 1 വെളുത്തുള്ളി 1 കിലോക്ക് 1 വെളുത്തുള്ളി, അപ്പോൾ 5 കിലോക്ക് 5 വെളുത്തുള്ളി. ഇഞ്ചി അങ്ങനെ 1 കിലോക്ക് 1 പീസ് ഇഞ്ചി, അപ്പോൾ 5 കിലോക്ക് ഒരു 5 പീസ് ഉള്ളി അങ്ങനെ. പിന്നെ മഞ്ഞൾപ്പൊടി, ബീഫ് മസാല എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിന്. പിന്നെ ജീരകപ്പൊടി ഇല്ലേ, ഇപ്പോൾ ഞാൻ പൊടിച്ച ആ ജീരകപ്പൊടിയും വേണം. പിന്നെ 1 കിലോക്ക് 1 തേങ്ങ പോലെ, അപ്പോൾ 5 കിലോക്ക് 5 തേങ്ങ. അങ്ങനെ എല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് വെച്ചിന്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഇഞ്ചി വെളുത്തുള്ളിയില്ലേ അതിനെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാവേ. അന്നൊരു ദിവസം ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിരുന്നു തോന്നുന്നു, വീഡിയോ സ്റ്റാർട്ടായി പാടും തോന്നുന്നു, പള്ളിക്കറീൻ്റെ റെസിപ്പി വേണം എന്നിട്ട്. അപ്പോൾ നല്ല അടിപൊളി പള്ളിക്കറി എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ നേരെ നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഇപ്പോൾ 5 കിലോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല, പക്ഷേ 1 കിലോ ഇതേ കിലോ 1 കിലോ ആക്കിയാൽ മതി. ഞാൻ മെഷർമെൻറ്റ് പറഞ്ഞുതരാം 1 കിലോത്തിൻ്റെ എല്ലാം. അപ്പോൾ 5 കിലോ ബീഫ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ വേണമെന്നിട്ട് തന്നെ ഗൾഫിലേക്കല്ലേ, അപ്പോൾ സ്പെഷ്യൽ തന്നെ മേങ്ങിയതാണ്. എല്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എക്സ്ട്രാ എല്ലെല്ലാം മേങ്ങിയിട്ട് ഇട്ടിട്ട് വെച്ചതാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ ബീഫ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കട്ടാക്കിയിട്ട് വെച്ച ഉള്ളിയില്ലേ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ല കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ കറിവേപ്പ് ഇട്ട് കൊടുത്ത്. പിന്നെ കറിവേപ്പെല്ലാം കൂടി അങ്ങനെ ഇല്ലേ ടേസ്റ്റ് കൂടുന്നല്ലാതെ കുറയല്ല ഞാൻ. തക്കാളി ഇട്ട് കൊടുത്ത് അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് പകുതി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത്. മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ടായിട്ടില്ലേ ഇനി നമ്മൾ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം തിരക്കിട്ടിട്ട് ചെയ്യാൻ കഴിയില്ല, സാവധാനം ചെയ്യണം. നമ്മൾ എല്ലാം നല്ല മെയിൻറ്റിൽ കയറ്റിയിട്ട് തന്നെ ഈ ചടപടയാക്കി ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഗൾഫിലേക്കെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കാമെങ്കിൽ നമുക്ക് ഓർഡർ തരുന്ന ഒരേപോലെ, പക്ഷേ ഗൾഫിലേക്കെല്ലാം നമുക്കില്ല. അതങ്ങനെ കുറച്ച് അഭിപ്രായങ്ങൾ പൊട്ടായി പോകണ്ട, സ്മെല്ല് വന്നിടണ്ട, അങ്ങനെ ആയിട്ട് പേടിയാന്നില്ല നമുക്ക്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ മഞ്ഞൾപ്പൊടി നോക്ക് 5 സ്പൂണ് 5 കിലോ ബീഫിന് ഒരു 5-6-7 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. ഇത് ചെറിയ സ്പൂണായി, അപ്പോൾ ഞാൻ 5-6-7 സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് ചായന് ശേഷം ഇല്ലേ ഇപ്പോൾ ഉള്ളിയിട്ട് തക്കാളി ഇട്ട് കറിച്ചപ്പിട്ട് മല്ലിച്ചപ്പിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പിന്നെ ഇല്ല മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട്. ഇനി ബാക്കിയുള്ള മസാല ഒന്നും ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. ഇത് നല്ല പാങ്ങല ഇനി കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണമെന്നില്ലെങ്കിൽ ഒരു ഇത്തിരി തേങ്ങ കൂട്ടണം, കുറച്ച് മതി. ബാക്കി നമുക്ക് പയ്യ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ആ തേങ്ങ വീഡിയോ എൻ്റെ മിസ്സായിനെ, അപ്പോൾ കുറച്ച് മതിയാവേ, ബാക്കി പയ്യിടാം. ഓക്കെ, അപ്പോൾ നല്ല കൈ വെച്ച് ഞാൻ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് വേവിക്കുന്നില്ല, എന്തില്ലെങ്കിൽ കുറേ ടൈം ആവുക. ഡയറക്റ്റ് വേവിച്ചു നമുക്ക് ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ എന്താക്കിയ അറിയും, എൻ്റെ അടുത്ത് വലിയ കുക്കറുണ്ട്, അതിന് 5 കിലത്തിൻ്റെല്ലോ. അങ്ങനെ ഞാൻ 2 കുക്കറിൽ 2 പാട്ടായിട്ട് വെച്ചു, നമ്മളെ കാറ്ററിങ്ങിൻ്റെ ഗ്യാസിൽ തന്നെ. എന്നിട്ടില്ലേ ഒരു 3/4 വേവാകുമ്പോൾ 90% വേണ്ട, 3/4 വേവാകുമ്പോൾക്ക് ഞാൻ ഗ്യാസ് ഓഫാക്കിന്. ഒരു 4 വിസിലും വന്നിട്ടാകുമ്പോൾ ഓഫാക്കിന്. എന്നിട്ട് നമുക്ക് ബാക്കി ചട്ടിയിലെടുത്ത് വയ്ക്കാം. ഓക്കെ, അതിനും വേണ്ടി മുളക് എടുത്തിന്. മുളകിൻ്റെ കണക്ക് എങ്ങനെ അറിയാമോ, 1 കിലോ 1 കിലോ ബീഫിനില്ലേ 10 മുളക് പോലെ എടുത്തിന്. ഒരിത്തിരി മല്ലിയും കൂടിയിട്ട് അങ്ങനെ 10, 20, 30, 40, 50 എന്നിട്ട് അങ്ങനത്തെ ഒരു കണക്കിലെടുത്തതാണ് ഞാൻ 5 കിലോ ബീഫിന്. അപ്പോൾ നിങ്ങൾ മുളക് പൊടിയിടുന്നതെങ്കിലില്ലേ ഒരു 3 സ്പൂണ് 1 കിലോന് 3 സ്പൂണ് മുളകും 2 സ്പൂൺ മല്ലിയും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നാടൻ സ്റ്റൈൽ തന്നെ ആക്കുന്നുണ്ട്. അപ്പോൾ അതേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടില്ല, അതിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം കറച്ചപ്പെട്ട് ഞാൻ ഇപ്പോൾ 5 തേങ്ങ ചരിച്ച് വെച്ചിട്ടില്ലേ അതിനൊന്ന് വറുത്തെടുക്കാം. ആ ടൈമിലവിടെ കുക്കർ ഒന്ന് ഞാൻ ഇറക്കി വെച്ചിന്, വിസിലായതിനു ശേഷം നല്ല ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. ഇത് വറുത്തിട്ട് ഇതിനെ മാറ്റി വെച്ചിട്ടായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാവേ. അപ്പോൾ ഇത് നല്ല ഫ്ലെയിമിൽ തന്നെ വറുക്കണം, എന്നിട്ട് തന്നെ നിൽക്കണമല്ലോ, അങ്ങ് അടിക്കി പിടിച്ചോ, തേങ്ങാല വേല അടിക്കി പിടിക്കുന്നത്. ഞാൻ ഇപ്പോൾ തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വാങ്ങല വറുത്തെടുത്തിട്ട് ആയതിനു ശേഷം ഇല്ലേ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നോക്കി. ഇത് വറുത്തിട്ടായിട്ട് ഇതിനെ കോരിയിട്ട് മാറ്റിയേക്കണം വേറൊരു പാത്രത്തിൽ. എന്നിട്ടായിട്ട് ഇതിലേക്ക് ബീഫ് ഫുള്ളിട്ടതിന് ശേഷം വയ്യ തേങ്ങ ഇട്ട് കൊടുക്കുക. അതെങ്ങനെ എന്തെന്നല്ല ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു കൊടുക്കാം. കുക്കറിൽ നമ്മൾ വെക്കുമ്പോൾ അങ്ങനെ 4 വിസിൽ വെച്ചിട്ട് തീ ഓഫാക്കാം. ഒരു 60-70% വേവിച്ചിട്ട് അതിന് ശേഷം ഈ
ചട്ടിയിലിട്ട് നല്ല പാങ്ങൽ വേവിച്ചെടുക്കണം. നമ്മളിപ്പോൾ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ, അതെല്ലാം വയ്യാണ് ഇടുന്നത്. അപ്പം നല്ല നേരെ അതിന് വേവിച്ചിട്ടെടുത്തെങ്കിൽ നല്ല ടേസ്റ്റുള്ള ബീഫ് കറി നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പം ഞാൻ തേങ്ങ മാറ്റിയിട്ട് അതിനെ കയറ്റൊന്നുമില്ല, അതേ ചട്ടിക്ക് തന്നെ ഇല്ലേ തേങ്ങ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങ എണ്ണ കൂട്ടി കൊടുത്തിട്ട് അതിന് ശേഷം നമ്മളിപ്പോൾ കുക്കറിൽ വേവിച്ച ബീഫില്ലേ അതിനയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബീഫ് ഇട്ടിട്ട് നല്ല വാങ്ങല തിളച്ചിട്ട് വരുമ്പോൾ ഇല്ലേ ബാക്കിയുള്ള മസാല ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാ ഫുള്ള് മിക്സ് ആക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുക്കറിൽ ഉള്ളതിനെ ഞാൻ ഇതിൽക്ക് തന്നെ മിക്സ് ആക്കുന്നുണ്ട്. ഈ കുക്കറിലും ആ കുക്കറിൽ പുക ഇങ്ങനെ വരുന്ന പറഞ്ഞാൽ നല്ല ഇപ്പോൾ റെഡിയായ ചൂടോടുള്ളതല്ലേ, നല്ല പുക വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ദൂരം നിന്നിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കിച്ചണത്തെ ഡോറെല്ലാം അടിച്ചിട്ടും അത് വന്നിട്ടുണ്ടായിട്ട് ഈ കാറ്ററിങ്ങിൻ്റെ ഗ്യാസ് താഴെയാണുള്ളത്. അപ്പം നമുക്ക് എപ്പോഴും വെക്കും, എണ്ണ ചട്ടിയിൽ വെക്കും, അവനെ പേടി തന്നെ ചെറുതല്ലേ, എന്ത് കഥയെന്ന് അറിയില്ലല്ലോ. നമ്മൾ ഇതാക്കുമ്പോൾ വന്നിട്ട് ഞാൻ അധികം കിച്ചണത്തെ ഡോറ് ക്ലോസ് ആക്കിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ അത് ഓറെല്ലാം ഉണ്ടെങ്കിൽ നിൽക്കുന്നത്, പിള്ളമാരെ സ്കൂളിലൊന്നും പോയിട്ടില്ലെങ്കിൽ ഓറൊന്നില്ലെങ്കിൽ ഒറ്റക്കുള്ളിൽ നിൽക്കേയില്ല. അപ്പം ഞാൻ ബാബീൻ്റെ ഇടം കൊണ്ടിട്ടാക്കും. ബാബി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ബാബീനെ കൈവിടാനേക്കല്ല, ബാബി തട്ടിയിട്ട് നിൽക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെ തട്ടിമുട്ടിയിട്ട് പോകലെന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ അതാ രണ്ടാമത്തെ കുക്കറത്തെ ബീഫും ഞാൻ ചൊരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫുള്ളൊന്ന് തിളക്കട്ടെ. എന്നിട്ടായിട്ടില്ലേ നമുക്ക് പൊടിച്ച് വെച്ച മുളക് പൊടി, ബീഫ് മസാല, കുറച്ച് വീണ്ടും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നല്ലോ. അപ്പോൾ ഇതിന്ന് നിറച്ച് കളകളായിട്ട് തിളക്കട്ടെ. ഇതാ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മസാല ഇടാം. നമ്മൾ ഈ പൊടിയെല്ലാം ഇടുന്നതിനേക്കാളില്ലേ നമ്മൾ വറുത്തിട്ട് തന്നെ പൊടിച്ചിടുമ്പോൾ അതൊരു വേറെ തന്നെ ടേസ്റ്റാണ്. ഞാൻ ചെയ്യലുണ്ട് കാശ്മീരി ചില്ലിയിലെല്ലാം ഇല്ല, പെട്ടെന്ന് നമുക്ക് തിരക്കുണ്ടെങ്കിൽ ബീം കുക്കറിലേക്ക് കണ്ടിട്ട് ടേസ്റ്റാണെന്നില്ല എന്നല്ല. പക്ഷേ ഈ നമ്മൾ കൈയോട് വറുത്തിട്ട് പൊടിച്ചിട്ടെല്ലാം വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, ഒരു കിലോക്ക് 3 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിയും. ഓക്കെ, ഇപ്പോൾ അതാ 1 സ്പൂണ് ബീഫ് മസാല, 1 കിലോക്ക് 1 സ്പൂണ്. അപ്പോൾ 1 സ്പൂണ് ജീരകപ്പൊടി, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അങ്ങനെ ആ ഒരു കണക്കിലാണ് വേണ്ടത്. അപ്പോൾ 5 കിലോക്ക് 5 സ്പൂണ് പോലെ. അപ്പോൾ ഞാൻ എല്ലാം ഒന്നിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കില്ലേ ഫുള്ളൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടായിട്ടില്ലേ ഇനി ഫ്ലെയിം ഒന്ന് ചെറുതാക്കണവേ, മസാല എല്ലാം ഇട്ടതല്ലേ അപ്പം എന്തായാലും കടിച്ചു പിടിക്കും. അപ്പോൾ ഇനി ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് കൂടുതൽ തന്നെ വെക്കാം. ഞാൻ പകുതിയല്ലേ വേവിച്ചിട്ട് എടുത്തിനെ ഫുള്ള് വേവിച്ചിട്ടാലോ, അതുകൊണ്ട് തന്നെ മുളക് സ്മെല്ലെല്ലാം അതെല്ലാം പോയിട്ട് നല്ല തിളച്ചിട്ട് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ട് വരണം. ഒരു തുള്ളി വെള്ളം ഇപ്പോൾ നമ്മൾക്ക് കൂട്ടിയിട്ടാ വെള്ളം കൂട്ടിയറിൻ്റെ പള്ളിക്കറക്കി അതെന്നെ വെന്തിട്ട് ഉണങ്ങിയിട്ട് വറ്റിയിട്ട് വരണം. അങ്ങനെ ആക്കണവേ, വെള്ളം കൂട്ടാനേ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതാ ഒരുമാതിരി വറ്റി വന്നിട്ടുണ്ട്. ഇത് പോരാ, ഇനിയും പറ്റാനുണ്ട്. അപ്പോൾ നമുക്കിനെ മൂടിയിട്ട് ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കുക്കർ അത് ഇത് ഇപ്പം നമ്മൾ എടുത്ത ചട്ടിയും പാത്രങ്ങളെല്ലാം കയറാനില്ലേ, അതിൻ്റെ ഇടയിൽ അതെല്ലാം ഒന്ന് കയറ്റിയെടുക്കാം. പകുതിയെല്ലാം ഭാവി കയറ്റി പോയിന്, പക്ഷേ ചോറ് കഴിക്കാൻ വരാനായി എൻ്റെ അമ്മായി പോയി പകുതിന്ന്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാനൊന്ന് കയറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ 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 അത് കവുന്ന നേരത്തിന് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വെക്കാം. ഞാനിവിടെ കിച്ചണിൽ തന്നെ ഉണ്ട് ഓരോ പണിയെടുക്കും. ഇടയിൽ വന്നിട്ട് ഇനി ഇങ്ങനെ കയ്യിലിട്ട് കൊണ്ടുണ്ടറിഞ്ഞാൽ ഒരു സത്തി കൂടിപ്പോയാൽ കടിക്കി കൊടുക്കും അങ്ങനെ ടേസ്റ്റ് വേറെ ലെവലാവും. അപ്പോൾ നമ്മൾ ഇനിങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കണം പറഞ്ഞാൽ ഇത്ര വലിയ ഓർഡർ എടുക്കുന്നെങ്കിൽ അത്ര കഷ്ടവും അത്ര ബുദ്ധിമുട്ടും അത്ര ടെൻഷനും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ആയിപ്പോണ്ടായിട്ട് ഞാൻ കിച്ചണിൽ അങ്ങോട്ട് പോയിട്ടേലി ബീഫ് കറി റെഡി ആയിട്ട് തീ ഓഫാക്കിയതിന് ശേഷം ഞാൻ അപ്പുറം പോയത്. അങ്ങനെ അത്രക്കും പേടിയാണ്, നമ്മൾ വിശ്വസിച്ചിട്ട് ഒരാൾ തരുന്നതല്ലേ. അപ്പോൾ ആ നമ്മൾ വിശ്വാസം പോലെ തന്നെ കൊടുക്കേണ്ടേ, അപ്പോൾ അല്ലേ നമുക്ക് പിന്നെ ഓർഡർ കിട്ടുന്നത്. നമ്മൾ ഒരു ഹാർഡ് വർക്ക് നല്ല മനസ്സറിഞ്ഞിട്ട് നല്ല ഇഷ്ടത്തോടെ ചെയ്യുന്നതെങ്കിലേ മാഷാഅല്ലാഹ് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഇനി ഞാൻ ഗ്യാരണ്ടി പറഞ്ഞാൽ ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ട് ചെയ്തുകൊണ്ടാണ് മാഷാഅല്ലാഹ് ഇന്നും എല്ലാവർക്കും ഓർഡർ കൊടുക്കാൻ കഴിയുന്നതും ഓർഡർ തരുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും മാഷാഅല്ലാഹ് എല്ലാവരും പിന്നെയും വിളിക്കുന്നതും അങ്ങനെ. അപ്പോൾ കുറച്ച് വിനയല്ല, നല്ല വിനയുണ്ട്. അപ്പോൾ വെനത്തിട്ട് എടുത്തുകൊണ്ടാണ് പിന്നെയും നമുക്ക് ഓർഡർ കിട്ടുന്നതും ഫേമസ് ആയതും മാഷാഅല്ലാഹ് അങ്ങനെ. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ട് വറ്റി വന്നതിന് ശേഷം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിന്. തേങ്ങ ഞാൻ പറഞ്ഞില്ലല്ലോ 5 തേങ്ങ ഇട്ടിന്. തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് കറിവേപ്പും അത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇല്ല അത് തേങ്ങ എണ്ണ ഒഴിച്ചിന്. അതിൽ കുറച്ച് കറിവേപ്പും കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ട് തേങ്ങ ഇട്ടിട്ട് വറുത്തെടുത്തതാണെന്ന് പറഞ്ഞാൽ അത് പറയാൻ മിസ്സായിനാന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ തേങ്ങ എല്ലാം ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലേ ഒരു അരമണിക്കൂർ ഒരു 20 മിനിറ്റ് ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പ് നല്ല പാങ്ങലിട്ട് കൊടുക്കുക, എന്നിട്ട് മൂടി വെക്കുക. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ നല്ല പാങ്ങലൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ചട്ടിയും ചട്ടോനും വെക്കുന്ന സൈഡും പാത്രവും എല്ലാം
പാക്കാക്കി ഞാൻ വെള്ളമൊന്നും ഇതാക്കിയിട്ടാ ഗൾഫിലേക്ക് കൊണ്ടുവന്നല്ലേ കുറച്ച് ഇതായി പോകണ്ടെന്നിട്ട് അങ്ങനെ നല്ല വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. മൂടിയിട്ട് അങ്ങനെ മൂടെടുക്കുമ്പോൾ അതിൽ ഇങ്ങനെ വെള്ളം ആവിയായിട്ട് അതിലുണ്ടാകുന്നില്ലേ, അതിനെല്ലാം ഞാൻ തുടച്ചിട്ട് തന്നെ മൂടി വെച്ചത് വെയിലോട്ടു അങ്ങനെ 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 ആയിട്ട് അൽഹംദുലില്ലാ ഫൈനലായി. ഇപ്പം ചൂടൊരു മാതിരി ആറിക്കൊണ്ട് വരുന്നു. അപ്പോൾ ഞാൻ പാക്കാക്കുമ്പോൾ ഇനി ഫുള്ളായിട്ട് ചൂടാറണം. ഓറ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷം ഒരു ഫ്രീസറിൽ വെച്ചിട്ട് നാളെയാണ് ഗൾഫിലേക്ക് പോകുന്നത്. അപ്പോൾ ചൂടോടെ വെക്കുമ്പോൾ അതിനൊരു ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഇതിൽ വെച്ചിന് ഒരു വൈകുന്നേരമാണ് ഇച്ച വരുന്നത്. അപ്പോൾ ഇച്ചാനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയല്ലേ നമുക്ക് ബീഫ് മാത്രമല്ല മട്ടൻ ഇങ്ങനെ ചെയ്യാം, ചിക്കന് ചെയ്യാം, എല്ലാം ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാം. ഞാൻ സംഭവം ഒന്ന് വെന്തിട്ടതിന് ശേഷം തേങ്ങ വറുത്തിട്ട് നല്ല പള്ളിക്കറീൻ്റെ തന്നെ ഫീൽ കിട്ടണം. അങ്ങനെയാണ് അറിഞ്ഞാൽ നല്ല അടിപൊളി ബീഫ് പള്ളിക്കറിയാണിത്. അപ്പോൾ ഞാൻ ഓർഡർ കൊടുക്കുന്നത് ഇങ്ങനെ. പിന്നെ ഒരാൾക്ക് തേങ്ങ വേണ്ടാന്നില്ലെങ്കിൽ തേങ്ങ ഇടാതെ കൊടുക്കും. പക്ഷേ ഓറ് തേങ്ങ വേണം, നാടൻ സ്റ്റൈലിൽ തന്നെ വേണം, എല്ലെല്ലാം വേണം തന്നെ ചെല്ലിയിട്ടുണ്ടായിന്. അപ്പോൾ ഓറ് പറഞ്ഞ പോലെ തന്നെ ആക്കി കൊടുത്തിന്. മാഷാ അല്ലാഹ് നല്ല ഇഷ്ടപ്പെട്ടു അവർക്ക് അങ്ങനെ. അപ്പോൾ പിന്നെന്ത്, ഇപ്പം എനിക്ക് കൂടുതലായിട്ട് വരുന്ന മെസ്സേജാണ് എങ്ങനെ നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നത്. ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ ആശയുണ്ട്, ഉണ്ടാക്കാനെല്ലാം അറിയോ, പക്ഷേ എവിടെ കൊടുക്കണോ എന്താക്കണോ എങ്ങനെ ഇടണോ എന്നൊന്നും അറിയില്ല എന്നല്ല പറയുന്നുണ്ട്. കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് തന്നെയാണിത്. എന്നാലും പിന്നെയും പുതിയതായിട്ട് ആരെങ്കിലും ആയിരിക്കും പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന അറിയുന്ന ആണെങ്കിലില്ലേ ഫസ്റ്റ് നമ്മളെ ഫാമിലിയിലെല്ലാം നമ്മൾ ഫംഗ്ഷൻ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കുന്നത് അത് കൊണ്ടുപോവാം. നമ്മളെ വലിയ മംഗലത്തിനെല്ലാം കൊണ്ടുപോകണമെന്നല്ല, നമ്മളെ പരിപാടിയിൽ അല്ല ഫാമിലിയിൽ തന്നെ ചെറിയ വിരുന്ന് അങ്ങനത്തെ നല്ല പരിപാടി ഉണ്ടാകുന്നില്ലേ, ഒരു മീറ്റപ്പ് ഒരുമിച്ച് കൂടൽ അങ്ങനത്തെ എല്ലാം. അപ്പോഴെല്ലാം നമുക്ക് അറിയുന്ന സംഭവം ഒന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാം. കേക്കാ ഫുഡാ എന്തെങ്കിലും. അപ്പോൾ നല്ല അവർക്ക് ടേസ്റ്റ് കിട്ടിയെങ്കിൽ ഞാൻ പറഞ്ഞാലേ ഞാൻ ഓർഡർ എടുക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെല്ലണോ അങ്ങനെ ഇങ്ങനെ എന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ രണ്ടോട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസ് ഇടാം. അപ്പോൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ചോദിക്കുമല്ലോ ഇത് എന്തൊക്കെ അതിന്. അപ്പോൾ പറയാം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നല്ലോ. ഫസ്റ്റ് തന്നെ ഒന്ന് ചെറുത് അങ്ങനെ കിട്ടും അത്ര. കുറച്ച് കഴിയുമ്പോൾക്ക് എല്ലാവർക്കും കൊണ്ടുപോയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കായെങ്കിൽ പിന്നെയും ഓർഡർ കിട്ടും അങ്ങനെ. പിന്നെ നമുക്ക് കഴിയുന്നെങ്കിൽ ഷോപ്പിലേക്കെല്ലാം കൊടുക്കാം. പക്ഷെ ഷോപ്പിൽ നമുക്ക് കൊടുക്കുന്നെങ്കിൽ ഓരോ ലാഭം എടുത്തിട്ട് തന്നെയാണ് ഓരോ തരും അത്ര. ഫസ്റ്റ് ടൈമിൽ ഞാൻ സ്റ്റോപ്പിലേക്കെല്ലാം കൊടുത്തിന് കുറച്ച് നമ്മളിപ്പോൾ 15-നല്ലേ കൊടുക്കുന്നത്, അപ്പം 8 രൂപക്ക് അങ്ങനെയല്ല കൊടുത്തത്. നമ്മൾ ആ ഒരു ഈ ഉണ്ടാക്കുന്ന ഇൻട്രസ്റ്റിൽ കൊടുത്തതാന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ ലാഭം എടുക്കാണ്ട് ഓരോ ചെയ്യാമല്ലോ, ഓർക്ക് വേണമല്ലോ അവിടെ കിട്ടണം. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഒന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്കെല്ലാം കൊടുക്കുക. അടുത്തുള്ള ഷോപ്പിൽ ഫേമസ് ആയിട്ടൊന്ന് സെറ്റായി എന്നായതിന് ശേഷം പിന്നെ ഷോപ്പൊന്നും മെല്ലെ ക്യാൻസലാക്കിയിട്ട് പിന്നെ ഡയറക്റ്റ് നമ്മളെ കുറച്ച് ഫേമസ് ആയെങ്കിൽ പിന്നെ നമ്മൾ തേടിക്കൊണ്ട് ആൾ വരും. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല ഫുഡും നല്ല ഓർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ആക്കി കൊടുത്തെങ്കിൽ അത് അൽഹംദുലില്ലാ എന്തായെങ്കിലും നമുക്ക് ഓർഡർ കിട്ടും. പിന്നെ നമ്മൾ ഇങ്ങനെ വിചാരിക്കും പോലെ വീഡിയോയിൽ കാണുമ്പോൾ എത്ര പെട്ടെന്ന് അരമണിക്കൂറിൽ എല്ലാം റെഡി ആയിട്ടാണ്, അങ്ങനെയല്ല. നല്ല കഷ്ടമുണ്ട്, ഇല്ലെങ്കിൽ നല്ല കഷ്ടമുണ്ട്, മരിച്ചു പണി എടുക്കണമെന്നില്ല, അങ്ങനെ ആക്കണം എന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും അറിഞ്ഞാൽ. അവിടെ തമ്മിലോ കാല് തമ്മിലോ മടുമ്പുമ്പിൽ എല്ലാ സംഭവവും ഉണ്ട്. ചൂടുവെള്ളം വെക്കലും മരുന്ന് തേക്കലും അതെല്ലാം അത് ബാക്ക്ഗ്രൗണ്ട്, അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല എന്ന് മാത്രമേ. സംഭവം നല്ല കഷ്ടമുണ്ട്. ഇപ്പോൾ അതിനാട്ടിയും കച്ചറാന്ന്, എണ്ണ പൊടിച്ചിട്ട് പാത്രവും കച്ചറയും അങ്ങനെ ഇങ്ങനെ ഒന്നും പറയണ്ട, അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷെ നമുക്ക് ഈ ഫീൽഡിൽ ഇഷ്ടമുണ്ട്, നല്ല ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നതാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കും പുള്ളന്മാർ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ആക്കിയിട്ട് എന്തെല്ലോ ആക്കുന്നുണ്ട് അവിടെ ഓവനിൽ വെച്ചിട്ട്. അപ്പോൾ മഹദിനും കൊടുത്തിട്ടുണ്ടായി ഓനതിനെയുള്ള കെച്ചപ്പ് തലക്കും മൂട്ടേക്കും കാലിക്കും എവിടെയും വരക്കാൻ ബാക്കിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കളിക്കട്ട് ഇത് ഓർഡറിൻ്റെ ഒന്ന് സെറ്റായതിനു ശേഷം ഇല്ലേ ഓനൊന്ന് ഫ്രഷ് ആക്കിയിട്ട് എടുക്കാം. അല്ലാതെ നളിക്കിനറിഞ്ഞ എൻ്റെ അടുത്ത് തന്നെ. സോറി, ഓവനിലല്ല എയർ ഫ്രയറിലാണ് ഓർ വെച്ചത്. അതുവേ ഓർ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കുന്നവർക്ക് അതിൽ വെക്കാൻ അറിയുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുള്ള പാക്കിംഗ് എല്ലാം റെഡിയാക്കി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഓർക്ക് പെരക്കാർക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഗൾഫിലേക്ക് കൊടുക്കുന്നതിന് ഓർ തോടലല്ലോ, ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഓർക്ക് വേറെ തന്നെ ഒരു കവറിലാക്കിയിട്ട് കൊടുത്തതാണ്. ഇലയെല്ലാം വെച്ചിട്ട് വാഴയിലെല്ലാം വാട്ടിയിട്ട് അങ്ങനെ. അപ്പോൾ ഇല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത് തന്നു മാഷാ അല്ലാഹ് ഓരോ നല്ല ഉണ്ടാക്കും പറഞ്ഞാൽ. നൂഡിൽസ് അല്ല മാഗി മുട്ട ആംപ്ലേറ്റ്, ബ്രെഡ് ടോസ്റ്റ്, പിന്നെ ഇതിങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് അതെല്ലാം തന്നെ ഉണ്ടാക്കും മാഷാ അല്ലാഹ്. വലുതാകുമ്പോൾ ഒരു ജംഷി ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ജൂനിയർ ജംഷി ആവുന്നുണ്ട് അങ്ങനെ. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് ഓരോ പാക്കിങ് കാര്യങ്ങളെല്ലാം ആയി. സ്റ്റിക്കർ ഒട്ടിച്ച് തൂക്കണം എന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് തൂക്കിയിട്ട് നോക്കിയതാണല്ലോ. 1/2 kg അങ്ങനെ 800 ഗ്രാം അങ്ങനെ എല്ലാം ആക്കിയിട്ട് അങ്ങനെ കൊടുത്തിട്ട് അതിന് ശേഷം ഇനി നമുക്ക് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണും. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.